ഹായ് ഡിയേഴ്സ്. അപ്പൊ നമുക്ക് ഇന്നത്തെ സാരി പരിചയപ്പെടാലോ. കാര്യം നമുക്ക് എപ്പോഴും റിക്വസ്റ്റ് വരുന്ന ഒരു കാര്യമാണ് കേട്ടോ, ഡെയിലി വെയറിൽ അല്ലെങ്കിൽ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് പറ്റിയ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ വരുന്ന കുറച്ച് സാരികൾ പരിചയപ്പെടുത്തി വെച്ചിട്ട്. അപ്പൊ ഞാൻ എപ്പോഴും നമ്മളെ ഇൻസ്റ്റയിൽ വീഡിയോസ് ഇടുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കാറുള്ള കാര്യമാണ്, നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അതും ഈസി ടു ഡ്രേപ്പ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കുറേ കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് പറ്റിയൊരു കുറച്ച് കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. കാര്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, വളരെ റേറ്റ് തൊട്ടുള്ള സാരിയാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ടീച്ചേഴ്സിനായിക്കോട്ടെ, ഇനി അതല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഡെയിലി ഇപ്പൊ വർക്കിന് പോകുന്നവരായിക്കോട്ടെ, ഇപ്പൊ ഉടുക്കാൻ പറ്റിയ സാധനം എന്ന് കരുതി ഇപ്പൊ നമുക്ക് അങ്ങനെ മാത്രം യൂസ് ചെയ്യാൻ പറ്റിയ സാരി, ഇപ്പൊ കല്യാണത്തിന് പോലും ഈ ഒരു സാരി നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്ത് പോകുന്നവരുണ്ട്. ഇപ്പോഴും നമ്മൾ സാരീസ് എത്രത്തോളം നല്ല ഭംഗി ഡ്രേപ്പ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് അതിന്റെ ഭംഗി വരിക, അല്ലെ? അപ്പോൾ അത്തരത്തിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഞാൻ കാണിച്ചു തരാം, ഒരു സെക്കൻഡ്. ഇതാണ് സാരി. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് പ്യുവർ കോട്ടൺ ആണ്. പ്യുവർ കോട്ടന്റെ കാര്യം അറിയാലോ, നമുക്ക് ഏത് കാലാവസ്ഥയിലും ഈസി ആയിട്ട് വെയർ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് വെയർ ചെയ്ത് കഴിയുന്നത് നമുക്ക് ഈ ഒരു സാരിയുടെ പ്രത്യേകത വെച്ചാൽ ബോഡി ഹഗ് ചെയ്തിരിക്കും കേട്ടോ. കാര്യം നമുക്ക് എത്ര എന്താണ് ഭംഗിയിലും ഈ ഒരു സാരി നമുക്ക് കൊടുത്തുകൊണ്ട് പോകാൻ വേണ്ടി പറ്റും. ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. പിന്നെ ഈ സാരിന്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ബംഗാൾ കോട്ടൺ ആണ് കേട്ടോ. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാര്യം ഈ ഒരു ടൈപ്പ് ഓഫ് സാരീസ് നമ്മുടെ നാട്ടിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല കേട്ടോ. പിന്നെ ഈ ഒരു സാരിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ ബംഗാളിലെ കാന്ത വർക്കാണ് കേട്ടോ, കാന്ത സ്റ്റിച്ച് എന്ന് പറയും. കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സാരിയിൽ നമുക്ക് പോയിട്ടുണ്ട്. അതുപോലെ ഇതിൽ വിത്ത് ബ്ലൗസ് പീസ് ആണ്, ഇതുപോലെ ടസൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. വിത്ത് ബ്ലൗസ് പീസ് ആണ് വരുന്നത്. ബ്ലൗസ് പീസ് വന്നിട്ട് നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് പീസ് ആണ് ഇതിൽ വരിക. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, യൂണിഫോം ഒക്കെ ആയിട്ട് എടുക്കുന്നവർക്ക്. അല്ലാത്ത പക്ഷം നമുക്ക് ഇതിന്റെ ഫ്ലവേഴ്സ് ആയിട്ട് നോക്കിക്കുകയും ഇതിലിപ്പം പിങ്ക് കളർ വന്നിട്ടുണ്ട്, യെല്ലോ കളർ വന്നിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസുകൾ വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാം കേട്ടോ. അപ്പൊ ഇതിന്റെ 3-4 കളേഴ്സ് ആണ് ഇതിൽ കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ളത് റെഡ് കളർ ഉണ്ട്, അതേപോലെ തന്നെ വൈൻ കളർ. നമുക്ക് എല്ലാവരും ചോദിക്കുന്ന ഒരു കളറാണ് കേട്ടോ വൈൻ കളർ. അടുത്തൊരു ഡ്യുവൽ ടോൺ കളറാണ് കേട്ടോ, ഒരു പിങ്കും ഡാർക്ക് ആയിട്ടുള്ള ഒരു പിങ്ക് കളർ കേട്ടോ, റോസ് കളർ എന്ന് പറയും. അതും കൂടെ വരുന്നത് സെയിം സാരിയാണ് കേട്ടോ. അപ്പം ഈ ഒരു സാരിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, അത്രയും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാനും നല്ല ക്വാളിറ്റി വൈസ് ആയി കഴിഞ്ഞാലും അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഡെയിലി വെയറിൽ ഉള്ള അടുത്തൊരു കളക്ഷൻ ആണ് കേട്ടോ. നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നിട്ടുള്ളത് ഇപ്പം യൂണിഫോം ഒക്കെ ആയിട്ട് ഒരുപാട് പേർ എടുത്തിട്ടുള്ള ഒരു സാരിയാണ് പാരിജാത സാരി എന്ന് പറയും കേട്ടോ. നമ്മളെ ബംഗാളിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് കേരളത്തിലോട്ട് ഒഴുകിയെത്തിയ സാരി എന്ന് പറയില്ലേ, ആ ഒരു സാരിയാണ് കേട്ടോ ഇത്. കാര്യം ഇതിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ സാരി കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഫ്ലവേഴ്സ്, കാന്ത സ്റ്റിച്ച് വർക്ക് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് കേട്ടോ വരുന്നത് കംപ്ലീറ്റ് ആയിട്ട്. ഇതിലും റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട് കേട്ടോ, പക്ഷേ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് മറ്റേ സൈഡിലെ പോലെ തന്നെ. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്താ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസുകൾ വേറെ അങ്ങനെ ഈ ഒരു സാരി ചെയ്യാൻ പറ്റും. ഈ സാരിയുടെ ഒക്കെ ഏകദേശം ഒരു 32ഓളം കളർ ഷെയ്ഡ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ കേട്ടോ. അതിന്റെ ഏകദേശം ഒരു കളർ ഇതാ, ഈ ഒരു കളർ ഞാൻ കാണിച്ചു തരാം. അപ്പം 32ഓളം കളേഴ്സ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സാരിയൊക്കെ പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് ഈ ഫോട്ടോസ് ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കുന്ന സാരികൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് നമ്പർ താഴത്ത് കൊടുക്കാം. അതിൽ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ ചോദിച്ചാൽ ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കളർ ഷീറ്റ്സും ഒക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സാരീസ് നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റീസ് ഒക്കെ എടുക്കാൻ പറ്റുന്നതാണ്. കാര്യം ഇപ്പം ഈ ഒരു സാരി നിങ്ങൾക്ക് 100 പീസസ് വേണം, നമുക്ക് തരാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം നിങ്ങൾക്ക് സ്കൂളിലൊക്കെ ആനുവൽ ഡേ ഒക്കെ ഫംഗ്ഷൻസ് ഒക്കെ ടീച്ചേഴ്സിന്റെ ഒക്കെ ഗ്രൂപ്പ് വരുന്ന സമയത്ത് ഇപ്പം ഡ്രസ് കോഡ് ആയിട്ട് വേണം, ഇപ്പൊ കല്യാണത്തിനൊക്കെ ആയിട്ട് ഡ്രസ് കോഡ് ആയിട്ട് വേണോ, ഏത് തരത്തിലുള്ള സാരികളും നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുക. കാര്യം വിഷു ഒക്കെയാണ് വരാൻ പോകുന്നത്. അടിപൊളിയായിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി അഫോർഡബിൾ ആയിട്ടുള്ള ഡിഫറെന്റ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും കേട്ടോ. അപ്പം ഈ ഒരു സാരി ഇപ്പം ഞാൻ കാണിച്ചേക്കുന്ന ഈ ഒരു ഡെയിലി വെയർ കളക്ഷൻസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരികളുണ്ടെങ്കിൽ തീർച്ചയായും സ്ക്രീൻഷോട്ട് എടുത്തോ. വാട്സാപ്പിൽ നിങ്ങൾ ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഏറ്റവും കുറഞ്ഞ റേറ്റ് അതാണ് കേട്ടോ സർപ്രൈസ്. അപ്പം നിങ്ങൾ അതിന്റെ റേറ്റ് ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തു കേട്ടോ. ഒന്ന് ഗസ് ചെയ്യാനേ കമന്റ് ബോക്സിൽ. അല്ലാത്തവർ ജസ്റ്റ് ഒന്ന് DM ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പൊ അടുത്ത വീഡിയോയിൽ പുതിയൊരു വെറൈറ്റീസ് ആയിട്ട് കാണാം. അതുവരേക്കും